ആധിപത്യ വ്യവസ്ഥയിൽ ഭരിക്കുന്നവർ നീതി തരുന്നില്ലെങ്കിൽ പിന്നെ കോടതിയെ സമീപിക്കല്ലേ വഴിയുള്ളൂ, അല്ലെങ്കിൽ നമ്മളെ വ്യവസ്ഥ തന്നെ തകരും. അതാണ് സ്ഥിതി. ഈ മരണം വളരെ ദുഃഖകരമാണ്. ഇതെങ്കിലും കണ്ണ് തുറപ്പിക്കണം, അതാണ് വേണ്ടത്. ഈ സുപ്രീം കോടതിയെ സമീപിക്കുന്നതിന്റെ സ്വഭാവം എന്തൊക്കെയാണ്? അല്ല, അത് ഇപ്പോൾ പാർട്ടി തീരുമാനം താങ്കൾ പറഞ്ഞു. പാർട്ടി തീരുമാനം അനുസരിച്ച് സുപ്രീം കോടതിയിൽ ഇന്ത്യ മുന്നണിയും മറ്റു കക്ഷികളൊക്കെ പോയ പോലെ ഞങ്ങളും കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഇത് ഒരുമാതിരി ഒരു അൺഹോളി ആയിട്ടുള്ള ഹേസ്റ്റാണ്. ഇത് ഇത്രയും സുതാര്യമായി ചെയ്യേണ്ട ഒരു വിഷയം ജനാധിപത്യ വ്യവസ്ഥയിൽ രാഷ്ട്രീയ പാർട്ടികളൊക്കെ, BJP അല്ലാത്ത എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ വ്യവസ്ഥാപിതമായ ജനാധിപത്യപരമായ വോട്ടേഴ്സ് ലിസ്റ്റ് വേണം, ഇലക്ഷൻ വേണം എന്ന് പറയുമ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഏകാധിപത്യ സ്വഭാവത്തോടു കൂടി മുന്നോട്ട് പോവുക. അത് ഉദ്യോഗസ്ഥന്മാർക്ക് ഉണ്ടാക്കുന്ന പ്രഷറാണ് ഇപ്പോൾ ഇവിടെ താങ്കൾ പറഞ്ഞത്. ആ ഉദ്യോഗസ്ഥന്മാരെ പ്രഷർ താങ്ങാവുന്ന നമുക്ക് ചിന്തിച്ചാലറിയാലോ. മിനിറ്റ് വെച്ച് മണിക്കൂർ വെച്ച് അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമാണോ അത്? സുതാര്യമായി വളരെ അവധാനത്തോടു കൂടി ചെയ്യേണ്ട കാര്യം. എന്തിനാണ് ഈ ധൃതി? ഈ ധൃതി തന്നെ രാഹുൽ ഗാന്ധി ബീഹാറിനെ പറ്റി പറഞ്ഞത് ശരിയാണെന്ന് പിന്നെ തെളിയിക്കുന്നുണ്ട്. പ്രതിപക്ഷം പറയുന്നത് ശരിയാണെന്ന് തെളിയിക്കുന്നതാണ്. എന്തിനാണ് ഈ ധൃതി? ആളെ കൊന്നിട്ടും മരിച്ച എന്തൊരു മിനിറ്റ് വെച്ച് ഇപ്പം തീർക്കണമെന്നാണ്. അതിൻ്റെ അർത്ഥം വേറെ മോട്ടീവുണ്ട് എന്നുള്ളതാണ്. ഞങ്ങളത് സുപ്രീം കോടതിയിൽ ഈ മരണം തന്നെ എടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. തീർച്ചയായും അതിന് റിസൾട്ട് ഉണ്ടാവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യ മുന്നണിയും ആ കാര്യത്തിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ജനാധിപത്യ വ്യവസ്ഥയിൽ ഭരിക്കുന്നവർ നീതി തരുന്നില്ലെങ്കിൽ പിന്നെ കോടതിയെ സമീപിക്കല്ലേ വഴിയുള്ളൂ, അല്ലെങ്കിൽ നമ്മളെ വ്യവസ്ഥ തന്നെ തകരും. അതാണ് സ്ഥിതി. ഈ മരണം വളരെ ദുഃഖകരമാണ്. ഇതെങ്കിലും കണ്ണ് തുറപ്പിക്കണം, അതാണ് വേണ്ടത്. ഏറ്റവും നല്ല വക്കീൽമാരെ വെച്ച് ഞങ്ങൾ കേസ് വാദിക്കും. കേസ് വാദിച്ച് പിന്നെ പല കാര്യങ്ങളിലും നമ്മൾ കണ്ടതാണല്ലോ. ഇപ്പോൾ പൗരത്വ പ്രശ്നത്തിലൊക്കെ കണ്ടതല്ലേ. നീതി കിട്ടുമെന്നാണ് ഞങ്ങളെ പ്രതീക്ഷ. പക്ഷെ അതുകൊണ്ട് ആരും അമാന്തം കാണിക്കരുത്. ഇവിടെ വോട്ടർമാരെ ചേർക്കുന്ന സമയം ഇവരെ വിശ്വസിച്ചുള്ള ബീഹാർ അതിന് ഉദാഹരണമാണ്. എല്ലാവരും വോട്ട് ചേർക്കാൻ തുനിഞ്ഞിറങ്ങണം. രണ്ട് നിലക്കും ഫൈറ്റ് ചെയ്യുക. ഒന്ന് നിയമവ്യവസ്ഥ അതിൻ്റെ വഴിക്ക് പോവുക. വോട്ടർമാരെ ചേർക്കണ എല്ലാവരും വളരെ ധൃതിയിൽ കാര്യങ്ങൾ ചെയ്യണം എന്നാണ് പറയാനുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അതേസമയം തന്നെ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിനെ എതിർക്കുന്നു. എന്നിട്ടും അത് നടപ്പിലാക്കണം, അതാണല്ലോ താങ്കൾ പറഞ്ഞത്. ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് പോകുന്നത്. അതെ, അതാണ് ഈ കേരളത്തിലെത്ത് നീട്ടിവെക്കണം എന്നിപ്പോൾ പാർട്ടി പ്രസിഡന്റ് പറഞ്ഞതിന്റെ കാരണം അതാണ്. ഇവിടെ എന്താ ചെയ്യേണ്ട? ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂടി തെരഞ്ഞെടുപ്പ് നടത്തണോ? പിന്നെ വോട്ടേഴ്സ് രജിസ്റ്റർ ചെയ്യണോ? ചെയ്തില്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യും എന്ന് BLOനോട് പറയുന്നു. അതാണ് അയാൾക്ക് പ്രഷർ ഉണ്ടാക്കിയത്. അയാൾ അച്ഛൻ പറയുന്നത് വിശ്വസിച്ചൂടെ? വേറെ ആരും പറയുന്നത് അവിടെ നിൽക്കട്ടെ. അച്ഛനാ പറഞ്ഞത്. കുറച്ച് ദിവസമായിട്ട് ഒരു പ്രായമായ അച്ഛൻ ഇന്നസെൻ്റായിട്ട് പറയുന്നു. കുറേ ദിവസമായിട്ട് ഭയങ്കര പ്രഷറിലായിരുന്നു. അതിനേക്കാൾ വലിയ വിശ്വാസമുള്ള സ്റ്റേറ്റ്മെന്റ് പിന്നെ വേറെ എന്താ വേണ്ടത്? ഇല്ല, ഇപ്പോൾ അവർ പണിമുടക്കിയിട്ടുണ്ട് BLOമാരൊക്കെ. ഇനിയിപ്പോൾ പിന്നെ ഇന്നലെ പ്രതിഷേധ കോഴിക്കോട് ഉണ്ടായിരുന്നു. ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ആവശ്യമായി വന്ന പ്രതിഷേധം വേണം. വോട്ട് പാർട്ടിയായിട്ട് തന്നെ പ്രതിഷേധിക്കേണ്ട വിഷയമാണ്. ജനാധിപത്യത്തിൽ ജയം തോൽവി ഉണ്ടാവും, പ്രതിപക്ഷം ഭരണകക്ഷി ഉണ്ടാവും. ഇത് ജനാധിപത്യം വേണ്ടെന്ന് പറയുന്നതിന് തുല്യമാണല്ലോ. എല്ലാവരും വേറെ വേറെ ഫയൽ ചെയ്തിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഈ മരണം കൂടി അതിനകത്ത് ഉൾപ്പെടുത്തി ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ വെച്ച് ഫയൽ ചെയ്തിട്ടുണ്ട്.